കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അത്തം ചതുശതവും വാളാട്ടവും നടന്നു. തിങ്കളാഴ്ച തൃക്കലശാട്ടത്തോടെ വൈശാഖോത്സവത്തിന് സമാപനമാവും. അത്തം ദിനത്തിൽ പതിവ് പൂജകൾക്ക് ശേഷം അത്തം ചതുശതം പെരുമാൾക്ക് നിവേദിച്ചു. തുടർന്ന് ഉച്ച ശീവേലിക്കിടയിലാണ് വാളാട്ടം നടന്നത്. ആരാധനാ ദിവസങ്ങളിലേതുപോലെ അത്തം ദിനത്തിൽ പൊന്നിൻ ശീവേലിയായിരുന്നു. ഈ ആണ്ടത്തെ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ശീവേലിയുമാണിത്. മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ കിഴക്കേ നടയിൽ തിരുവഞ്ചിറയിൽ ശീവേലി നിലയുറപ്പിച്ചു. ഭണ്ഡാരം എഴുന്നള്ളത്ത് ദിവസം മണത്തണ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വാളറയിൽ പൂജിക്കുന്ന ദേവീ ചൈതന്യം കുടികൊള്ളുന്ന വാളുകളുമായി വാളശ്ശന്മാരാണ് വാളാട്ടം നടത്തുന്നത്. ചപ്പാരം വാളുകളുമായി വാളശന്മാർ കിഴക്കേ നടയിലേക്ക് ഇറങ്ങി വന്നു. തുടർന്ന് ദേവീദേവന്മാരുടെ തിടമ്പുകളെ പ്രദക്ഷിണം ചെയ്ത് തിടമ്പുകൾക്ക് അഭിമുഖമായി വാളശന്മാർ നിലയുറപ്പിച്ചു. പാണിവാദ്യത്തിനനുസൃതമായാണ് വാളാട്ടം നടക്കുക. തിടമ്പുകളിലെ ദേവചൈതന്യത്തെ വാളുകളിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ് വാളാട്ടം. വാളാട്ടത്തെ തുടർന്ന് ശീവേലി പൂർത്തിയാക്കി കുടിപതികളുടെ തേങ്ങയേറ് നടന്നു. തൃക്കലശാട്ട് കഴിഞ്ഞ് മണത്തണയിലേക്ക് ഭണ്ഡാരങ്ങൾ തിരിച്ചെഴുന്നള്ളിക്കാൻ നിയോഗമുള്ള കുടിപതികളാണ് തേങ്ങയേറ് നടത്തുന്നത്. വൈകുന്നേരത്തെ 1000 കുടം അഭിഷേകവും ഒരു നവകത്തോടെയുള്ള പൂജയും കഴിയുന്നതോടെ ഈ ആണ്ടത്തെ വൈശാഖ മഹോത്സവ നിത്യനിദാനങ്ങൾക്ക് പരിസമാപ്തിയാകും.